കാസർഗോഡ് ചെറുവത്തൂരിൽ ലോഡ്ജ് കേന്ദ്രീകരിച്ച് പെൺവാണിഭം നടത്തിയ സംഭവത്തിൽ CPIM നേതാവിനെതിരെ കേസ്. തുരുത്തി ലോക്കൽ കമ്മിറ്റി അംഗം അസൈനാറിനെതിരെയാണ് ചന്തേര പോലീസ് കേസെടുത്തത്. ലോഡ്ജ് നടത്തിപ്പുകാരി മുള്ളേരിയ സ്വദേശി നസീമയെയും കേസിൽ പ്രതി ചേർത്തു. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി. അരുൺ പാറയ്ക്കൽ, എന്താണ് പോലീസ് ഈ കാര്യത്തിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ? അനുജ, ഇന്നലെ വൈകിട്ട് 7:30 കൂടിയാണ് ചന്തേര പോലീസിന്റെ നേതൃത്വത്തിൽ ഈ ഒരു ലോഡ്ജിൽ റെയ്ഡ് നടത്തിയത്. പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ആറ് യുവതികൾ, അന്യസംസ്ഥാനക്കാരായ 6 യുവതികൾ ഈ ലോഡ്ജിലുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് എത്തി പരിശോധന ആരംഭിച്ചത്. അപ്പോൾ ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നസീമ, 47 വയസ്സാണ്. ഈ നസീമയുടെ നേതൃത്വത്തിലാണ് യുവതികളെയൊക്കെ അവിടെ എത്തിച്ചിരുന്നതെന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് സ്വദേശികളായ 2 പുരുഷന്മാർ കൂടി ആ സമയത്ത് ഉണ്ടായിരുന്നു. പോലീസ് അങ്ങനെ പരിശോധിച്ച സമയത്താണ് ഇത് ഇത്തരത്തിലുള്ള പ്രവൃത്തിയാണ് എന്ന കാര്യത്തിൽ പോലീസിന് മനസ്സിലായത്. അങ്ങനെ പോലീസ് ഇപ്പോൾ 2 പ്രതികളെ, പെൺവാണിഭ കേസിൽ 2 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നസീമയാണ്, മറ്റൊന്ന് തുരുത്തി ലോക്കൽ കമ്മിറ്റി അംഗം മുഹമ്മദ് അസൈനാറെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ലോഡ്ജ് പൂർണ്ണമായും പോലീസ് അടച്ചുപൂട്ടിയിട്ടുണ്ട്. 6 യുവതികളെ മോചിപ്പിച്ചിട്ടുണ്ട്. അനുജ, കാസർഗോഡ് ലോഡ്ജ് കേന്ദ്രീകരിച്ചുള്ള പെൺവാണിഭം, അതിൽ CPIM നേതാവുണ്ട് എന്നുള്ളതിന്റെ വിവരങ്ങൾ അതാണ് അരുൺ പാറയ്ക്കൽ വിശദമായി നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.